ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നില്ല ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന മുട്ട പൊരിച്ചതിൽ നിന്നും കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഇട്ടത്. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗ്രീൻ മസാല കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ മിക്സിൻ്റെ ജാറെടുത്തിന് ഇതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം ഉള്ളി, പുതിനയില, വെളുത്തുള്ളി, മല്ലിയില, പിന്നെ പച്ചമുളക്. ഞാനിപ്പോൾ പച്ചമുളക് ഒന്ന് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല സ്പൈസി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ട് അരച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്പൈസി വേണമെങ്കിൽ കുരുമുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം മുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുട്ടികൾക്കെല്ലാം കൊടുക്കുകയാണെങ്കിൽ പച്ചമുളകെല്ലാം ഒഴിവാക്കുക കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി അടുത്തത് ഒരു പാൻ വെച്ചിന് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗീയില്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഗീൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഫ്രൈക്ക് കിട്ടുന്ന ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രമായിട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ ആ ഗീയും കൂടി ഇടുമ്പോൾ ആണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നത്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റിൻ്റെ മിക്സില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിൻ്റെ ഒരു പച്ചക്കുത്തലൊന്ന് മാറി വരട്ടെ. നേരത്തെ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിനെ. ഇനിത് മുട്ടൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. മസാലയെല്ലാം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എണ്ണയെല്ലാം നല്ലോണം മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ മസാലക്കൂട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വരഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മസാല എല്ലാ ഭാഗത്തും ആക്കിയെടുക്കുക കേട്ടോ. ഈ നോമ്പിൻ്റെ സമയത്തെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. വളരെ ചെറിയ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാനിപ്പോൾ ഒന്ന് അടച്ചു വെച്ചേ, കാര്യം മുട്ടയായതുകൊണ്ട് ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുമല്ലോ. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ മസാലയെല്ലാം എല്ലായിടത്തും ആക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. മുട്ടയിലെല്ലാം മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മുട്ട ഫ്രൈയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മസാല നമ്മൾ നോർമൽ എഗ് ഫ്രൈ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ഒരു മസാലയാണ് കേട്ടോ. ടേസ്റ്റും അങ്ങനെ തന്നെ അടിപൊളിയാണ്. എന്തായാലും ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്തായാലും പിന്നെ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സിൻ്റെ ടൈമിനായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത്. അടിപൊളി ടേസ്റ്റാണ്. ഈ മസാലയും ഒന്നിച്ച് കൂട്ടിയിട്ട് കഴിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ല റെസിപ്പിയെല്ലാം ആയിട്ട് കാണാം. താങ്ക് യു. Bye bye.